ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഓലൻ അല്ലെങ്കിൽ ഒരു വെള്ളക്കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടുക. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു കുമ്പളങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് നടുവേ കീറിയത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ അരപ്പീക്കായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് നാളികേരം ചെറിയതുണ്ടാവും. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചിട്ട് വരണം. അപ്പോഴത്തേനും നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നന്നായി തിളച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കണ അരപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കിയിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യുക, തീ അങ്ങോട്ട് ഓഫ് ചെയ്തും കൂടിയും കൊടുക്കുക. എന്നിട്ട് ഇത് കാച്ചാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കഷ്ണങ്ങളാക്കിയത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കുമ്പളങ്ങ ഓലനീക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയൊരു കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു വെള്ളക്കറിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.